എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ, അതുപോലെ തന്നെ ശത്രുസംഹാര പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജകളിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. അതുപോലെ തന്നെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ മാറ്റുക. എല്ലാ ദിവസവും നല്ലതുണ്ടാകുമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം കർക്കിടക മാസം, കർക്കിടക ബലി. ഈ ദിവസം ബലിയിടുന്ന ഈ പറയുന്ന നാളുകാർക്ക് പൂർണ്ണമായും ആഗസ്റ്റ് 12 ഇവരുടെ ദിവസമാണ്. ബലിയിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ നാളുകാർക്കെല്ലാം അവരുടെ എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാറി സമ്പത്ത് വന്നു ചേരും. പിതൃക്കളുടെ അനുഗ്രഹം വളരെയധികം കിട്ടും. ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഐശ്വര്യമുണ്ടാകും. ആദ്യമായി ഐശ്വര്യം വരുന്ന നാളുകാരാണ് ഈ പറയുന്ന നാളുകാർ. ബലിയിടാൻ പോകണം. തീർച്ചയായും നിങ്ങൾക്കെല്ലാം ഐശ്വര്യം. അതിലൊന്നാമത്തെ നാളാണ് അശ്വതി. അശ്വതി എന്തുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും പിതൃക്കളുടെ അനുഗ്രഹം വന്നു ചേർന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലുള്ള അനിഷ്ടങ്ങളും, സന്താനങ്ങളെയും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും മാറും. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകൾ പൂർണ്ണമായും ഈ ദിവസങ്ങളിൽ ബലിയിടാൻ പോകണം. അതിന് പരിഹാരം, ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ആഗസ്റ്റ് 12. നിങ്ങൾ ബലിയിടുകയാണെങ്കിൽ ഈ അമാവാസി ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ പിതൃക്കളുടെ കിട്ടും. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ മുടങ്ങാതെ പോകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ ദിവസം തന്നെ ഭഗവാൻ മാറ്റിത്തരും. അതിനുള്ള പരിഹാരമാണ് ഈ ദിവസം അശ്വതി, ഭരണി, കാർത്തിക. അടുത്ത നാൾ എന്ന് പറഞ്ഞാൽ മൂലം, പൂരം, പൂരാടം എന്നീ നാളുകാർക്ക് പൂർണ്ണമായും അവരും ഈ ദിവസങ്ങളിൽ പോയി ബലിയിടണം. അതിരാവിലെ തന്നെ പോയി ബലിയിടണം. അതിനുശേഷം പ്രധാനമായും ഭഗവാൻ നാരായണി സ്മരിക്കണം. ഓം നമോ നാരായണ എന്ന് പറയുകയും നിങ്ങളുടെ വീടുകളിൽ, ഭവനങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഓരോ തുളസിമാലയെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി സമ്പത്ത് സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. അവിചാരിതമായി തന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന നാളുകാർക്കെല്ലാം. അതുപോലെ അടുത്ത നാൾ എന്ന് പറഞ്ഞത് ചോതിയാണ്. ചോതിക്കും ചിത്തിരയ്ക്കും മൂലത്തിനും ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും ഈ നാളുകാരെല്ലാം പോകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. നിങ്ങളുടെ കല്യാണ തടസ്സം മാറാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ എല്ലാ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം പൂർണ്ണമായും ഇതിലൂടെ നിങ്ങൾക്ക് മാറും. നിങ്ങളുടെ സന്താനങ്ങളെയും കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറും. അവർക്ക് ഉയർച്ച വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ നാഗങ്ങളുടെ പ്രീതി അത്യാവശ്യമാണ്. ആ ദോഷങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ ശാപം മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ഈ ബലിയിടാൻ പോകണം. നാഗങ്ങളുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഈ ബലിയിടാൻ കർമ്മം നിങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അടുത്ത നാൾ എന്ന് പറഞ്ഞത് ചിത്തിരയ്ക്കും ചോദിക്കും എല്ലാം ഇത് അത്യാവശ്യമായ കാര്യം. അതുപോലെ തന്നെ രേവതി നാളിലും വളരെയധികം അത്യാവശ്യമാണ് ഈ ബലി. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. നിങ്ങൾക്കാകെയുള്ള പരിഹാരം ഇത് മാത്രമാണ്. നിങ്ങളുടെ കുടുംബകലഹം മാറാൻ, കുടുംബത്തിലുള്ള അനിഷ്ടങ്ങൾ മാറാൻ, മാനസികമായും ശാരീരികമായുമുള്ള എല്ലാ രോഗങ്ങളും മാറുവാനും നിങ്ങൾക്ക് പൂർണ്ണമായി ഈ ബലിയിലൂടെ സാധിക്കും എന്നുള്ളത്. അതിരാവിലെ തന്നെ നിങ്ങൾ പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭഗവാനെ സ്മരിച്ച് നിങ്ങൾ ബലിയിടുക. നിങ്ങളുടെ പിതൃക്കളെ പൂർണ്ണമായി സ്മരിക്കുക. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ബലിയിടുക. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ആ നിമിഷം തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾക്കും അവിചാരിതമായ ലോട്ടറി ഭാഗ്യം തീർച്ചയായും വന്നു ചേരും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതും. അതിലൂടെ ലഭിക്കുന്ന ധനം നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാവങ്ങളെ സഹായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം. വരുമാനത്തിൻ്റെ 1% പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. എങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കും. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റും. ഈ പറയുന്ന നാളുകാരെല്ലാം ഈ ദിവസങ്ങളിൽ ബലിയിടാൻ പോകണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഭഗവാൻ. അതുപോലെ തന്നെ അനുജവും ആയില്യവും പൂയവും എല്ലാം
തീർച്ചയായും ഈ ദിവസങ്ങളിൽ പോയി ബലിയിടുക. നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. മകവും എല്ലാം നല്ല ഐശ്വര്യമുള്ള നാളുകളിൽ ഇവർക്കെല്ലാം പൂർണ്ണമായും ഈ ദിവസങ്ങളിൽ പോയി ബലിയിട്ട് ഐശ്വര്യങ്ങൾ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഉത്രവും ഉത്രാടവും എല്ലാം അത്യാവശ്യമാണ് ബലിയിടേണ്ട കാര്യം. അതിലൂടെ ഭഗവാന്റെ കാരുണ്യം പൂർണ്ണമായും നിങ്ങൾക്കെല്ലാം വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നിനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഇതിലൂടെ മാറ്റാൻ സാധിക്കും. എത്രയോ കാലങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ ദിവസങ്ങളിൽ ആഗസ്റ്റ് 12 പോയി ബലിയിടുക. അതിലൂടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളിൽ കറുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ വെള്ളയായിരിക്കണം ധരിക്കുന്നത്. പ്രത്യേകം നിറം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഏറ്റവും നല്ലത്. ആ ദിവസത്തെ എനർജി പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഈ പറയുന്ന ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളയും കറുപ്പും ഏതാണ് നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങളത് ആ സമയത്ത് ധരിക്കുക. ഈ രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായും വന്നു ചേരും എന്നുള്ളത് 100% നിങ്ങൾ അതിനുശേഷം പറയും, തിരുമേനി പറഞ്ഞത് അച്ചട്ടായി ഭവിച്ചുവെന്ന്. നിങ്ങളുടെ ആഗ്രഹം സങ്കല്പിച്ച് നിങ്ങൾ ബലിയിടും. പൂർണ്ണമായും നിങ്ങളുടെ എന്തെല്ലാം തടസ്സങ്ങളും മാറിക്കിട്ടും. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടും. നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ജാതിയോ മതവും. അതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തെ പൂജയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ഐശ്വര്യങ്ങൾ വന്നു ചേരാനും നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും വന്നു ചേരട്ടെ. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വീട്ടിലെ എനർജി ഒരു പ്രധാന ഘടകമാണ്. അതിരാവിലെ തന്നെ നിങ്ങൾ എണീക്കണം. ഏകദേശം 5:30-6 മണിക്കുള്ളിൽ തന്നെ എണീറ്റ് വിളക്കുകളെല്ലാം കത്തിച്ച് വളരെ ഭംഗിയോടുകൂടി എല്ലാം വൃത്തിയാക്കി വെക്കുക. അതിരാവിലെ തന്നെ ഭഗവാനെ സ്മരിച്ച് 2 തിരിയിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുക. കിഴക്കോട്ട് പടിഞ്ഞാറോട്ട്. അതുപോലെ തന്നെ കർപ്പൂരം വെച്ച് ആരതി ഒഴിയാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതും അത്യാവശ്യ കാര്യമാണ്. അത് വളരെയധികം ഐശ്വര്യത്തിന് കാരണമാകും. വിളക്ക് കത്തിക്കുന്നതും വീട്ടിലെ ഐശ്വര്യങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. എല്ലാം നാമജപം പ്രധാനമായും അന്നത്തെ ദിവസം ഓം നമോ നാരായണ എന്ന് 100 വട്ടം ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഓം ശ്രീ ഗണപതായി, ഗണപതിയുടെ മന്ത്രം അല്ലെങ്കിൽ അഷ്ടോത്തരം, മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം, ഇതെല്ലാം ജപിക്കാം. മന്ത്രജപത്തോടുകൂടി ആ ദിവസം നിങ്ങൾ ആരംഭിക്കുക. എല്ലാവിധ അനിഷ്ടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് എന്താഗ്രഹിച്ചാലും സാധിക്കാൻ പറ്റിയ ഈ നാളുകാർക്ക് പൂർണ്ണമായും ഐശ്വര്യങ്ങൾ ഭഗവാൻ തരുന്നത്. പൂർണ്ണമായും മനസ്സോടുകൂടി ആ ദിവസം ദാനധർമ്മം കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ പരിഹാരമായി നിങ്ങളുടെ ജീവിതം അതിമനോഹരമാക്കി തീരുകയും അതുപോലെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.